വയനാട്ടിലെ പ്രകൃതി ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ആക്രി ചലഞ്ചിൽ ബൈക്ക് നൽകി മാതൃകയായി അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥൻ. മുക്കം കാഞ്ഞിരമൊഴി സ്വദേശിയും തിരൂർ അഗ്നിരക്ഷാ നിലയത്തിലെ ഉദ്യോഗസ്ഥനുമായ കെ.ടി. ജയേഷാണ് താൻ ഉപയോഗിക്കുന്ന ബൈക്ക് ഡിവൈഎഫ്ഐ കൂടരഞ്ഞി മേഖലാ കമ്മിറ്റിക്ക് കൈമാറിയത്. വയനാടിനായി കൈകോർക്കുന്ന കാഴ്ചകളും വിശേഷങ്ങളുമാണ് എങ്ങും. ദുരിതബാധിതരെ ചേർത്ത് പിടിക്കാനായി പല പദ്ധതികളും നടപ്പാക്കുന്നതും ഇപ്പോൾ പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. അത്തരത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ആക്രി ചലഞ്ചിലേക്ക് സ്വന്തം ബൈക്ക് നൽകിയാണ് മുക്കം കാഞ്ഞിരമൊഴി സ്വദേശിയും തിരൂർ അഗ്നിരക്ഷാ നിലയത്തിലെ ഉദ്യോഗസ്ഥനുമായ കെ.ടി. ജയേഷ് വ്യത്യസ്തനാകുന്നത്. നേരത്തെ മുക്കം അഗ്നിരക്ഷാ നിലയത്തിലായിരുന്നു ജയേഷ്. കഴിഞ്ഞ പ്രളയം ഉൾപ്പെടെയുള്ള നിരവധി രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട്. എന്നാൽ ഒരു നാടിനെ തന്നെ ഇല്ലാതാക്കിയ വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകാൻ സാധിക്കാത്തതിന്റെ മനോവിഷമമാണ് ജയേഷിനെ ഇത്തരത്തിലൊരു ചിന്തയിലേക്ക് എത്തിച്ചത്. വർഷങ്ങളായി തന്നോടൊപ്പം സന്തത സഹചാരിയായിരുന്ന പൾസർ ബൈക്ക് കൈമാറുമ്പോഴും ജയേഷിന്റെ ഉള്ള് പിടഞ്ഞിരുന്നില്ല. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ഇനി ജീവിതം എങ്ങനെ മുന്നോട്ട് എന്ന് ചിന്തിക്കുന്ന ദുരിതബാധിതർക്ക് മുന്നിൽ തന്റെ ദുഃഖം ഒന്നും ഇല്ലാതായി മാറുകയായിരുന്നുവെന്ന് ജയേഷ് പറയുന്നു. എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ വിവരം അറിയിക്കുമ്പോൾ, രാത്രി പുലർച്ചയ്ക്ക് വിവരം അറിയിക്കുമ്പോൾ എന്നെ കോഴിക്കോട് സ്റ്റേഷനിൽ നിന്ന് ടാസ്ക് ഫോഴ്സ് ആണ് എന്നെ വിവരം അറിയിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ റെഡിയായി നിന്നു എന്നെ ബൈക്ക് എടുത്ത് ഇറങ്ങിയപ്പോൾ അവിടെ ഫുള്ള് വെള്ളമാണ്, എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം പിറ്റേ ദിവസമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇറങ്ങിയിട്ട് ഞാൻ നേരെ പോകുന്നത് തിരൂർ നിലയത്തിലേക്കാണ്. ഞാനിപ്പോൾ മുക്കത്തല്ല വർക്ക് ചെയ്യുന്ന തിരൂരേക്കാണ്. തിരൂരിൽ നിന്ന് എനിക്ക് നിലമ്പൂർ മേഖലയിലാണ് എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞത്. പിന്നെ വീട്ടിലിപ്പോൾ 2 വണ്ടികളുണ്ട്. അച്ഛന് സുഖമില്ലാത്തത് കാരണം ഇനി ആ വണ്ടി ഉപയോഗിക്കാം. ഇതൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടി കൊടുക്കാമെന്ന് വെച്ചു. കൂടരഞ്ഞി അങ്ങാടിയിൽ നടന്ന ചടങ്ങിൽ തിരുവമ്പാടി എം.എൽ.എ. ലിൻഡോ ജോസഫ് ബൈക്ക് ഏറ്റുവാങ്ങി. ഇവിടെ മുക്കത്ത് കൂടരഞ്ഞിയിൽ വളരെ മനോഹരമായ ഒരു മാതൃക ഇവിടെ തീർക്കുകയാണ്. താൻ ജയേഷ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം വാഹനം ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന സ്നേഹ വീട്ടിലേക്ക് കൈമാറിയ ഒരു മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സാധാരണ ആക്രി ചലഞ്ച് എന്ന് പറയുമ്പോൾ ഉപയോഗശൂന്യമായിട്ടുള്ള വാഹനങ്ങളാണ് കൈമാറുന്നതെങ്കിൽ താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം ഓടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൈമാറുന്നു എന്നുള്ളത് അദ്ദേഹം നടത്തുന്ന ഏറ്റവും മികവുറ്റ ഒരു പ്രവർത്തനമാണ്. എത്ര അഭിനന്ദിച്ചാലും മതി വരാത്ത ഒരു പ്രവർത്തനമാണ്. ചടങ്ങിൽ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ്, ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് വിപിൻ കെ, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ഡോഫിൻ തോമസ്, അരുൺ എസ്, കെ സനൽ ജോസഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.